Hi friends, welcome back to Miku's Beauty World. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാ വീഡിയോസും കണ്ടുള്ളൂ, എല്ലാം ചെയ്ത് നോക്കണം, എന്നിട്ട് എന്നോട് എല്ലാം പറഞ്ഞോളൂ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഇതൊക്കെ ചെയ്തിട്ടെന്ന്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്ട്രെയിറ്റൻ ചെയ്ത ഹെയർ, അതായത് സ്മൂത്തൻ ചെയ്ത ഹെയറൊക്കെ നമുക്ക് എങ്ങനെ കെയർ ചെയ്യാം. നമ്മുടെയൊക്കെ വീട്ടിൽ തന്നെ നമുക്ക് നമ്മുടെ മുടിനെ ഇങ്ങനെ കെയർ ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം എൻ്റെ ഹെയർ ഞാനിത് സ്മൂത്തൻ ചെയ്ത ഹെയറാണ്. ഇപ്പം ഞാൻ ചെയ്തിട്ട് 10 മാസമായി. സ്റ്റിൽ കാണാൻ നിങ്ങൾക്കൊരു അതിൻ്റെ ഒരു എഫക്റ്റ് ഇപ്പോൾ എൻ്റെ ഹെയറിലുണ്ട്. പക്ഷെ ഇത് ഇവിടേക്ക് ഇങ്ങനെ കണ്ടില്ലേ ചുളുങ്ങി തുടങ്ങി. ചുളുങ്ങിയതല്ല, അത് ആക്ച്വലി മുടി വളരാൻ തുടങ്ങും തോറും അങ്ങനെയാണ്, നമ്മുടെ പഴയ മുടി പോലെയാണ് ഇത് വളരത്തുള്ളൂ. അങ്ങനെയാണ്. ഒരിക്കലും ഇത് ഗ്യാരൻറ്റീഡ് അല്ല, അതായത് പെർമനൻറ്റ് സ്മൂത്തനിങ് എന്ന് പറയുമെങ്കിലും ജസ്റ്റ് നമ്മുടെ മുടി വളരുന്ന വരെ ഉണ്ടാകുന്ന ഒരു സ്മൂത്തനിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇതൊക്കെ ഇരിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ നമ്മുടെ മുടിനെ കെയർ ചെയ്യുന്നു അതിനനുസരിച്ചാണ് പിന്നെ ഈ മുടിയൊക്കെ ഇതിൻ്റെ ടെക്സ്ചറൊക്കെ അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ, എപ്പോഴും നമ്മൾ സ്മൂത്തൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയുന്ന ഷാമ്പുവും കണ്ടീഷണറും യൂസ് ചെയ്യണം മസ്റ്റായിട്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പു ആണ് ലോറിയലിൻ്റെ എക്സ്റ്റെൻസോ കെയർ പ്രോ കെരാറ്റിൻ പ്ലസ് ഇൻസെൽ ആൻറ്റി ബ്രേക്കേജ് ആൻറ്റി ഡ്രൈനസ് ഫോർ സ്ട്രെയിറ്റൻ ഹെയർ എന്ന് പറഞ്ഞ ഷാമ്പു ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 530 ആണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യരുത് ഒരിക്കലും. ഞാനിത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആഴ്ചയിൽ 2 വട്ടം അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യത്തുള്ളൂ. പിന്നെ നമ്മൾ മുടി സ്മൂത്തൻ ചെയ്തെന്ന് വിചാരിച്ച് നമ്മൾ ഓയിൽ ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും നിർത്തരുത്. കാരണം മുടി നമുക്ക് വളരുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഓയിൽ ചെയ്യും മുടി. ഞാൻ ഈ ഷാമ്പു യൂസ് ചെയ്തിട്ടാണ് കുളിക്കുക. പ്ലസ് ഞാൻ ഈ കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നത്. ലോറിയൽ പാരീസിൻ്റെ തന്നെ എക്സ്റ്റെൻസോ കെയർ മാസ്ക് ആണിത്. ഈ കണ്ടീഷണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിന് കുറച്ച് പ്രൈസ് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. ഇതിന് 630 ആണ്. ഇതിന് 630 ആണ് വരുന്നത്. ഇതൊക്കെ നമ്മൾ കുറച്ചെടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്താൽ മതി, കുറേ എടുക്കേണ്ട. അപ്പോൾ നമുക്കിത് 2-3 മാസത്തോളം വരെ ഇതിരിക്കും. അപ്പോൾ എപ്പോഴും വാങ്ങിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും മുടി കെയർ ചെയ്യണം. അതായത് നമ്മൾ മുടി എല്ലാ മാസം സ്പാ ചെയ്ത് കെയർ ചെയ്യണം മുടി. ഞാൻ 2 മാസം മുമ്പ് വരെ സ്പാ ചെയ്തിരുന്നു, ഇപ്പം ഞാൻ ചെയ്യുന്നില്ല. പക്ഷെ സ്പാ ചെയ്യുമ്പോൾ നമുക്കൊരു പരിധി വരെ നമുക്ക് മുടി ഇങ്ങനെ ഈ ഗ്രോത്ത് വരുന്നുണ്ടെങ്കിൽ കൂടി നമുക്കൊരു ഈ ടെക്സ്ചർ നമുക്ക് നിലനിർത്താൻ പറ്റും. അപ്പോൾ സ്പാ ചെയ്യൽ ഒരിക്കലും നിർത്തരുത്. അത് നമ്മൾ നന്നായി വളരുന്നത് വരെ നമ്മൾ സ്പാ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിത് ഫുൾ ഹെയർ ചെയ്യുമ്പോൾ നമുക്ക് നല്ല റേറ്റ് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ മുടി വളരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ക്രൗൺ ഏരിയ നമുക്ക് വീണ്ടും സ്മൂത്തൻ ചെയ്യാം. അതിന് നമുക്ക് അത്ര റേറ്റ് വരത്തില്ല. നമുക്ക് അതിൻ്റെ ഒരു ഹാഫ് കൂടെ വരത്തില്ല, അതിൻ്റെ കുറവേ നമുക്ക് വരത്തുള്ളൂ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന് നമുക്കിത് മുന്നോട്ട് നമുക്ക് ഈ ഹെയർ സ്റ്റൈൽ തന്നെ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് കുറേ സെറം അങ്ങനെയൊക്കെ കുറേ നമുക്ക് അവർ പറയുന്നു, അതൊക്കെ യൂസ് ചെയ്യാൻ. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ 4 വർഷം മുമ്പ് ഞാൻ എൻ്റെ മുടി സ്ട്രെയിറ്റൻ ചെയ്തിരുന്നു. 4 വർഷം മുമ്പ് ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ, കോളേജിൽ ഫസ്റ്റ് ഇയറിൽ വെച്ചിട്ട് ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഈ സെറമൊക്കെ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ പറഞ്ഞത് ഓയിലിന് പകരം നിങ്ങൾ സെറം യൂസ് ചെയ്താൽ മതിയെന്ന്. പക്ഷേ സെറം യൂസ് ചെയ്തപ്പോൾ എൻ്റെ മുടി ഭയങ്കരമായിട്ട് കൊഴിയാൻ തുടങ്ങി. എനിക്ക് അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ മുടി ഇങ്ങനെ ജസ്റ്റ് നമ്മൾ കോന്തില്ലേ, നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ മുടി കയ്യിൽ വരും. അതുപോലെയാണ് എനിക്ക് സെറം യൂസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്പാ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. നമുക്ക് പാർലറിൽ പോയി ചെയ്യണമെന്നൊന്നുമില്ല. പാർലറിൽ പോയി ചെയ്യുമ്പോൾ 600 അവർ മേടിക്കാം. നമുക്ക് അതിൻ്റെ ക്രീം നമുക്ക് 500 മതി വാങ്ങിക്കാനായിട്ട്. സ്പാ ക്രീം കിട്ടും, നമുക്ക് ഓയിൽ ഷോപ്സിൽ കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഞാൻ എൻ്റെ സ്പാ ചെയ്യണ ഒരു ഇത് വെച്ച് ഞാൻ പറഞ്ഞു തരാം. ആ സ്പാ ക്രീം നിങ്ങൾ വാങ്ങിക്കാം. പ്ലസ് നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഉള്ളവർക്ക് ഒരു ചെറിയൊരു ബോട്ടിൽ നമുക്കൊരു ലിക്വിഡ് കിട്ടും, അതുകൂടി വാങ്ങിക്കാം. ഷോപ്പിൽ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും, അവരത് തരും. അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ചിട്ട് അത് ഈ സ്പാ ക്രീമിൽ ആഡ് ചെയ്യുക.
2-3 ഡ്രോപ്സ് മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ തലയോട്ടിയിൽ ഭയങ്കരമായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നന്നായി മസാജ് ചെയ്യണം. നല്ല രീതിയിൽ മസാജ് ചെയ്ത് നമ്മൾ മുടി പിന്നെ മസാജ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഈ റൂട്ട്സിൽ വെച്ച് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വലിക്കുക. അത് നമുക്ക് സ്ട്രെങ്ത്ത്, മുടിക്ക് നല്ല ബലം കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ്. ഇങ്ങനെ വലിക്കുക വെച്ചിട്ട് അങ്ങനെ നന്നായി മസാജ് ചെയ്യാം. അങ്ങനെ നന്നായി മസാജ് ചെയ്യാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് മുടി കെയർ ചെയ്യാൻ പറ്റും. വെറുതെ പാർലറിൽ പോയിട്ട് പൈസ കളയേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ആ സ്പാ ക്രീം എടുത്ത് യൂസ് ചെയ്യാം. എപ്പോഴും ചെയ്യേണ്ട മന്ത്ലി വൺസ്, മാസത്തിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി നിങ്ങൾ. ഇതൊക്കെയാണ് ഞാൻ എൻ്റെ മുടി കെയർ ചെയ്യാറുള്ളത്. എനിക്ക് ഇങ്ങനെ സ്പാ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന കുറച്ച് ഉപകാരങ്ങൾ. സ്പാ ചെയ്യുമ്പോൾ നമുക്ക് മുടി കൊഴിച്ചിൽ നിൽക്കും. ഈ ഡാൻഡ്രഫ് ഉണ്ടാകുന്ന മുടി കൊഴിച്ചിൽ നിൽക്കും. എന്തൊക്കെ റീസൺസ് ആയാലും നമ്മൾ ചെയ്ത ആ ഡേറ്റ് നെക്സ്റ്റ് മന്ത് തന്നെ ആയാലും നമുക്ക് മുടിക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. നല്ല ടെക്സ്ചറായിട്ട് നല്ല രസത്തിൽ മുടി കിടന്നോളും. പക്ഷേ പിന്നത്തെ മാസം ആ ടൈം ആകുമ്പോഴേക്കും മുടി പണ്ടത്തെ പോലെ നമ്മുടെ മുടി കൊഴിയാനൊക്കെ തുടങ്ങും. അപ്പോൾ നമ്മൾ വീണ്ടും നമുക്ക് തന്നെ ഓർമ്മ വരും ഇനി സ്പാ ചെയ്യേണ്ട ടൈമായിരുന്നു. അപ്പോൾ വീട്ടിലോ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ പാർലറിലോ പോയിട്ട് ചെയ്യണം, മറക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സ്മൂത്തനിങ് ഹെയറിൻ്റെ ടിപ്സ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.